ഹലോ എവരിവൺ, ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തുരാൻസ്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതും ക്യാമ്പ്രിക്കിലുള്ള മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് പോകുന്ന പോലത്തെ കളറാണ്. രണ്ട് കളറിൽ തന്നെ ഓരോ കളറിലും 3 പ്രിന്റുകളാണ്. എല്ലാം സ്ക്രീൻ പ്രിന്റിലുള്ളതാണ്. ക്യാമ്പ്രിക് ആണെന്ന് പറഞ്ഞപ്പോൾ അറിയാലോ, കുറച്ച് സോഫ്റ്റും സ്മൂത്തും ഒക്കെ ആയിട്ടുള്ളൊരു ഫാബ്രിക് തന്നെയാണ്. 60s by 60s ആണ് ഇതിൻ്റെ ത്രെഡ് കൗണ്ട് വരുന്നത് കേട്ടോ. പ്രൈസ് വന്നിരിക്കുന്നത് 119, 119 രൂപ പെർ മീറ്റർ. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും സെയിം ഫാബ്രിക് ആണ്. നമുക്ക് കുർത്തി ഡിസൈനർ കുർത്തിയോ അല്ലെങ്കിൽ ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ട് ചെയ്യാം, കാരണം മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള പ്രിന്റുകളാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്. ഒരു കാഡറ്റ് ബ്ലൂ എന്നാണ് ഈ കളർ പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പോകുന്ന പ്രിൻ്റ് എല്ലാം ഒരു ബൂട്ടാപ്പ് പാറ്റേണിലുള്ളതാണ് കേട്ടോ. നമുക്കൊരു ഫ്ലവർ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ബഡും 2 തണ്ടും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. ഒരു എന്താ പറയുക, പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെല്ലാം തന്നെ സമ്മർ കളക്ഷനാണ്. സമ്മർ കളക്ഷൻ ആകുമ്പോൾ ലൈറ്റർ ടോണാണ് അധികം തന്നെ നമുക്കും മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ബോർഡർ പോകുന്നുണ്ട്. നമുക്ക് ടോപ്പ് മാത്രമായിട്ട് ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാൻ ക്യാമ്പ്രിക് ചെയ്യുമ്പോഴായാലും നമ്മൾ ചെയ്യുന്ന 40s ആയാലും ഒന്നും ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. ഒരു ഓഫ് വൈറ്റോ അല്ലെങ്കിൽ വൈറ്റോ ഒക്കെ വരുമ്പോഴാണ് ഞാൻ പറയാറുള്ളത് ലൈനിങ് വെക്കണം എന്നുള്ളത്. അല്ലാതെ ഈ ഫാബ്രിക്കിനൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഈ ഒരു സെയിം കളറിൽ തന്നെ 2 പ്രിൻറ്റും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ജാലി പാറ്റേണിലാണ്. ജാലി പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന പോലത്തെ ഒരു പാറ്റേണിലാണ് ഈ ഒരു പ്രിൻ്റ് വരുന്നത്. അപ്പോൾ ആദ്യം കണ്ട പ്രിൻറ്റും ഈ പ്രിൻറ്റും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് ചെയ്യാം. ടോപ്പും ബോട്ടവും ആയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഡിസൈനർ കുർത്തിയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ജാലി ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടല്ലോ, ഈ ഒരു തരത്തിലുള്ള ഫ്ലവർ പ്രിൻ്റ് ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ അവർക്ക് നല്ലൊരു ചോയ്സാണ്. ഇങ്ങനെയാണ് ഈ ഒരു പ്രിൻ്റ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും അതുപോലെ തന്നെ അതിന് തേരെന്ന് പറയില്ലേ, തുണിയുടെ തേരെന്ന് പറയില്ലേ, ആ ഭാഗത്തേക്ക് അതിൻ്റെ പ്ലെയിൻ കളറും പോകുന്നുണ്ട്. പൈപ്പിംഗ് കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ജാലി പ്രിൻ്റ് തന്നെയാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജാലിയാണ്. ഇപ്പോൾ ഈ കണ്ട ജാലിയല്ല, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട്. എല്ലാം തന്നെ ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ പ്രിൻറ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ഫാബ്രിക്കിനും 2 ഭാഗം ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ടല്ലോ, അതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള, അതായത് പേസ്റ്റിൽ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ടോണായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ കാഡറ്റ് ബ്ലൂ എന്നാണ് ഈ കളർ അറിയപ്പെടുന്നത്. നല്ല ഭംഗിയുള്ള എന്താ പറയുക, ലൈറ്റ് ടോണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട ഈ ഒരു കളർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതേ പ്രിൻറ്റിൽ തന്നെ വേറൊരു കളറിൽ, ഈ 3 പ്രിൻറ്റുകളും വേറൊരു കളറിലും കൂടെ അവൈലബിൾ ആണ്. അതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു പിങ്ക് കളറിലാണ്, പിങ്കും പേർപ്പിളും കൂടിയായിട്ടുള്ള കളറിലാണ് ഇത് വരുന്നത്. നമ്മളിതിനകത്ത് ആദ്യം കണ്ട സെയിം പ്രിൻറ്റ് തന്നെയാണ് വരുന്നത്. ആദ്യം നമ്മൾ കണ്ടല്ലോ ഒരു ബഡിൻ്റെ പോലത്തെ ഒരു ഷേപ്പിലുള്ള പ്രിൻറ്റും അതിനകത്ത് 2 തണ്ടൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ. അപ്പോൾ ഈ അതിൻ്റെ പ്രിൻറ്റിൻ്റെ കളറ് പോകുന്നത് എന്താ പറയുക, പർപ്പിൾ ഷെയ്ഡിലേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു എല്ലാത്തിനും നമ്മൾ കാഡറ്റ് ബ്ലൂ കണ്ടതിനകത്തും 2 ടോൺ ഉണ്ടായിരുന്നു, ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള. ഇതിനകത്തൊരു പർപ്പിൾ ഷെയ്ഡും പിങ്ക് ഷെയ്ഡും കൂടിയാണ്. 3 കളറാണ് ഈ ഫാബ്രിക്കിനകത്തേക്ക് നമ്മൾ വളരെ അടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ബൂട്ടാ പ്രിൻ്റാണ് ഫസ്റ്റ് വൺ കാണിച്ചത്. ഇതിൻ്റെ വൺ സൈഡിനകത്തായിട്ടും ഇങ്ങനൊരു ബോർഡർ പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. ആദ്യം കണ്ട കളറിൽ ഈ ഒരു പ്രിൻ്റ് ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നുപോയി. ഇത് നല്ല ഭംഗിയുള്ള ലീഫ് പ്രിൻ്റാണ്. ലീഫ് പ്രിൻ്റൊക്കെ എപ്പോഴും വളരെ ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ജാലി ടൈപ്പാണ്, പക്ഷേ ഇതിനകത്ത് പോകുന്ന ലീഫ് കുറച്ചും കൂടെ വലുതാണ്. ഒത്തിരി വലിയ ലീഫല്ല, എങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ കാണാവുന്ന പോലത്തെ ഒരു ലീഫ് പ്രിൻ്റാണ് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് വൺ കാണുന്നത് ഈ ഗ്രീനിനകത്ത് വന്ന സെയിം ഒരു ജാലി തന്നെയാണ്. സ്പ്രെഡായി കിടക്കുന്ന പോലത്തെ ഡിസൈനാണ് ഈ ജാലി പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ മൊത്തമായിട്ട് ബൂട്ടാന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പ്രിൻറ്റുകളായിരിക്കും. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ പ്രിൻ്റ് പോകുന്നത്. അപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തി നമ്മളെ കണ്ട ലീഫ് പ്രിൻറ്റും അതുപോലെ തന്നെ വേറെ ഒരു ആദ്യം കണ്ട പ്രിൻറ്റും കൂടെയാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്.
നമുക്കിതുപോലെയൊക്കെ ഡിസൈനർ കുർത്തി ചെയ്യാം. അതല്ലെങ്കിൽ ഈ 2 പ്രിൻറ്റുകൾ വെച്ചിട്ട് ടോപ്പും ബോട്ടവും ചെയ്യാവുന്നതാണ്. സ്ലിറ്റഡ് പാറ്റേണിലുള്ള കുർത്തിയും പലാസോ പാൻറ്റൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് എലഗൻ്റ് ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്ത് പോകാവുന്നതാണ്. നമ്മളിന്ന് കണ്ടത് ക്യാമ്പ്രിക്കിലുള്ള റണ്ണിങ് ഫാബ്രിക് 44 ഇഞ്ച് വിട്ടിൽ 119 ആണ് പെർ മീറ്റർ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ലൈനിങ് ഇല്ലാതെ ചെയ്യാം, ഒന്നുകൂടെ പറയുകയാണ്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ക്യാമ്പ്രിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഒത്തിരി ക്യാമ്പ്രിക് ലവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സമ്മറിലൊക്കെ വെയർ ചെയ്യാവുന്ന പോലത്തെ നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടൊരു കളേഴ്സിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.